ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. വൈറസ് എടുത്ത് നോക്കിയാലും 2018 ആയാലും ടേക്ക് ഓഫ് ആയാലും ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ സ്റ്റോറിയാണ്, കുറച്ച് ആൾക്കാരുടെ സ്റ്റോറിയാണ്. ഒരു 10 നമ്മൾ സർവൈവൽ ത്രില്ലർ ജോണറിൽ ഒരുപാട് മൂവിയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ലോക സിനിമയാണെങ്കിലും ഈവൻ മലയാള സിനിമകളാണെങ്കിൽ തന്നെ ഒരുപാട് സർവൈവൽ ത്രില്ലർ ജോണറിൽ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ജാനേമിന് ശേഷം ചിദംബരത്തിന്റെ അടുത്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ഓൾറെഡി ജാനേമനൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരു ചെറിയ ബഡ്ജറ്റ് വലിയ വിജയം തിയേറ്ററിൽ നേടിപ്പോയ സിനിമയാണ് ജാനേമൻ. നമുക്ക് ചിദംബരത്തിന്റെ ഒരു കാപ്പബിലിറ്റി നമുക്ക് അറിയാം, അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ. പിന്നെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇതിന്റെ ആ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ, ഒരു വിഷ്വലി അത് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഈ സ്റ്റോറി എന്തായാലും അറിയാം. കാരണം ഒരാള് അവിടെ പെട്ടു, ഗുണ കേവ്സിൽ പെട്ടു, എന്നിട്ട് ബാക്കിയുള്ളവര് എന്റെ അകത്ത് ഒരാൾ വന്നിട്ട് ഒരാളെ രക്ഷപ്പെടുത്തുന്നു. അതാണ് സ്റ്റോറി ലൈൻ. ചിദംബരത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സർവൈവൽ ത്രില്ലർ മൂവി എന്ന് പറയുമ്പോൾ ആ എലമെന്റ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ മെയിൻ ആയിട്ട് കാണിക്കേണ്ടത്. അത് കാണിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ പോയൊരു കുഴിയെ വീഴുകയാണ്. എൻ്റെ കഥ ഒരു മൂവിയിൽ കാണുമ്പോൾ ഞാൻ പോയൊരു കുഴി വീഴുമ്പോൾ കാണുന്ന കാഴ്ചക്കാരന് അത് കണ്ടിട്ട് വിഷമമോ സങ്കടമോ ടെൻഷനോ അടിക്കണമെങ്കിൽ എന്നോടൊരു കണക്ഷൻ തോന്നിയാലേ അത് തോന്നത്തുള്ളൂ. അപ്പം ഈ 11 കൂട്ടുകാർ ട്രിപ്പിന് പോകുമ്പോൾ അവർക്കൊരു അപകടം പറ്റുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 11 കൂട്ടുകാരോട് നമുക്കൊരു കണക്ഷൻ തോന്നണം. അത് ചിദംബരം ഭയങ്കര ബ്രില്യൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ 11 പേരെയും അവരെങ്ങനെയാണ്, അതായത് ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഇൻട്രോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ഒരു കുറച്ച് സമയമുണ്ട്, ചെറിയൊരു ചുരുങ്ങിയ സമയമുണ്ട് ഈ പടത്തിനകത്ത്. ആ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ ഓരോരുത്തരും എന്താണ്, അവർ തമ്മിലുള്ള ബന്ധം എന്താ, എങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, അവരോടൊരു ബോണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു സർവൈവൽ ത്രില്ലറിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ഡ്രാമ കൂടിയുണ്ട്. ആ ഇമോഷണൽ ഡ്രാമയിലാണ് നമ്മൾ പടത്തിലേക്ക് കുറെ കൂടെ ഹുക്ക് ആവുന്നത്. ആ ഒരു ഇമോഷൻ അതിനകത്ത് പടത്തിൽ കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ പാളിപ്പോയേനെ. അവര് ടൂർ പോകുന്ന സീനൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. കാരണം നമ്മളും ഇതുപോലൊക്കെ ടൂർ പോകുന്ന സമയത്ത് ഓരോ കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് കണക്ട് ആവും നമുക്ക്. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു മനുഷ്യനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്നത്. അജയൻ ചാലിശ്ശേരി എന്നാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത പുള്ളിയുടെ പേര്. കാരണം അത് ഭയങ്കര ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ്. കാരണം ഇന്നേ വരെ മലയാള സിനിമയിൽ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനാണ് ഈ ഒരു പടത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊക്ക അല്ലെങ്കിൽ ഗുണ കേവ് ആ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെറ്റാണ്. അത് സെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സെറ്റ് ഏതാണ് സെറ്റ് അല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുള്ളി അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് സാധാരണ ഒരു വലിയ സെറ്റ് ഇടുമ്പോൾ കൂടുതലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇത് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി പുള്ളിക്ക് അതിനുള്ള ടൈം ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സെറ്റ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന ഫൈബർ കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങിയ സീനും കാര്യങ്ങളൊക്കെ ഇതെല്ലാം പ്രോപ്പർലി പ്ലേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ മഴ കുറയുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് കുറയണം, മഴ അവസാനിക്കുമ്പോൾ അങ്ങനല്ലേ, അതിനൊക്കെ പ്രോപ്പർ പ്ലേസ്മെന്റ് ചെയ്തിട്ടാണ് മഴയുടെ ഒഴുക്കും വെള്ളത്തിന്റെ ഒഴുക്കും മിസ്റ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു വലിയ പരിപാടി അതിന്റെ പുറകെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു അന്തരീക്ഷത്തിൽ ഒരു മാറ്റം നടക്കുമ്പോൾ അതിനോട് അവിടെയുള്ള സാധനങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ അവരത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവര് ഓൾറെഡി സെറ്റ് കാണാൻ പോയിട്ടുണ്ട്, ഇത് ഗുണാക്കേവ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തതിനു ശേഷം ആർട്ട് ഡയറക്ടറും പിന്നെ ഇതിന്റെ പുള്ളിയുടെ പിന്നെ നടക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ പെയിന്റേഴ്സ് അങ്ങനത്തെ ആൾക്കാരെല്ലാരെയും കൊണ്ടുപോയി ഗുണാക്കേവ് കാണിച്ചിട്ട് അതിന്റെ ഓരോ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ആ കേവിന്റെ ഇന്ന സൈഡിൽ ഇന്ന രീതിയിലാണ് ലൈറ്റ് അടിക്കുന്നത്, അതുകൊണ്ട് ഇത്ര കളറെ അവിടെ കാണാവൂ, പായൽ ഇന്നൊരു കളർ ആയിരിക്കും അവിടുത്തെ, അതെല്ലാം മനസ്സിലാക്കി അത് കംപ്ലീറ്റ്ലി സെറ്റ് ഇട്ടേക്കാണ്. ആ ഒരു ആർട്ട് ഡയറക്ഷൻ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പൂർണ്ണ ഭംഗിയോടെ ഒപ്പി എടുത്തിട്ടുണ്ട് ഷൈജു കാലത്ത് എന്ന് പറയുന്ന മജീഷ്യൻ സിനിമാറ്റോഗ്രാഫർ. പുള്ളി ഒരു വണ്ടർ തന്നെയാണ്. അതിന്റെ പടത്തിന്റെ ആസ്പെക്ട് റേഷ്യോയിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ആ ഒരു വാസ്റ്റ് ആയിട്ടൊരു സാധനം കാണിക്കാനായിട്ട് വൈഡ് ആംഗിൾസ് ഒക്കെ വൈഡ് ആംഗിൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല പെയിന്റിങ് പോലെയൊക്കെയുള്ള വൈഡ് ആംഗിൾസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സിനിമറ്റോഗ്രാഫി ആണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ഷൻ ആണെങ്കിലും നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എടുത്ത് അറിയുവാണെങ്കിൽ അത് ശരിക്കും നല്ലൊരു വർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേസമയം ഈ പടം എന്ന് പറയുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സിനിമറ്റോഗ്രാഫിയും മ്യൂസിക് ഡയറക്ഷനും സംഭവങ്ങളൊക്കെ. ഇത് നമ്മൾ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുന്നതിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ആ സിനിമാറ്റോഗ്രാഫി അത്രയും ഈ പറഞ്ഞുകൊണ്ട് വളരെ നല്ല സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ പോലും നമ്മൾ അതിൽ സ്റ്റക്ക് ആവത്തില്ല. അത് പടം ഭയങ്കര ബ്ലെൻഡായി പോവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അറ്റ് ദ സെയിം ടൈം പടത്തിലാണ് നമ്മുടെ ശ്രദ്ധ, സിനിമാറ്റോഗ്രാഫിയിലോട്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എന്നാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് പുള്ളി. ഇതിനൊരു ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒന്നാമത് ഇത് സെറ്റ് ആണല്ലോ, ഒരു സെറ്റ്
എഡിറ്റ് ചെയ്ത സാധനത്തിനെ വിഷ്വലി കാണിക്കുമ്പോൾ മേ ബി നമുക്ക് തോന്നാം അത് സെറ്റാണ് തോന്നാം. അതിൽ പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയാണ്, ഇത് പ്ലാസ്റ്റർ പാരീസ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പെർഫെക്റ്റ് ആയിട്ട് ലൈറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എഡിറ്റർ പടത്തിന്റെ വിവേക് ഹർഷൻ, ആള് കുറെ മലയാളം പടങ്ങളും ചെയ്തിട്ടുണ്ട്, ഒരുപാട് തമിഴ് സിനിമകളും ചെയ്തിട്ടുണ്ട്. അപ്പം 2 പേസാണ്. മലയാള സിനിമയുടെ പേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ പേസ്ഡ് ആണല്ലോ, എല്ലാ സീനും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് അങ്ങനെ പോകുന്നത്. തമിഴ് സിനിമയാണെങ്കിൽ കുറെ കൂടെ ഫാസ്റ്റ് കട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഹാഫ് പടത്തിന്റെ ഭയങ്കര ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് തീർന്നു. 1 hour മറ്റേ ഉള്ളൂ, അത് 1 hour പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറെ കൂടെ സ്പേസ് കുറച്ച് നമുക്ക് കുറെ കൂടെ ഇന്റൻസ് ആക്കി അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ പടം ടോട്ടാലിറ്റിയിൽ ഭയങ്കര അടിപൊളിയായിട്ടാണ് ആ പേസ് പോകുന്നത്. അതിന് എഡിറ്റർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും കാര്യങ്ങളൊക്കെ, ഇവരുടെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഇവർ തമ്മിലുള്ള ഒരു വൈബ് ഫീൽ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം കട്ട് ചെയ്ത് നമ്മളെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എടുത്ത് മാറ്റുവാണ്. കാരണം അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ലോകത്തിൽ നിന്ന് അവർ വണ്ടറായി പോയി ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക്. ആ ഒരു വണ്ടർ നമ്മളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് നമ്മൾ ആ ഒരു സംഭവത്തിലാണ് ആ ഒരു എന്ത് സംഭവം പറയുമല്ലോ, ആ ഒരു ദുരന്ത മുഖത്തേക്ക് നമ്മളെയും കൂടെ എടുത്ത് മാറ്റുന്ന രീതിയിലാണ് ട്രാൻസിഷൻ വന്നേക്കുന്നത്. ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഇതിനകത്തിലോട്ട് വീഴുന്നതിന്റെ ഒരു പോയിന്റ്, ആ പോയിന്റ് മുതൽ പടം കംപ്ലീറ്റ്ലി വേറെ മൂടാണ്. അത്രയും നേരം ഫ്രണ്ട്ഷിപ്പ് വൈബില് ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കോമഡിയൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം പെട്ടെന്ന് അവിടെ വീഴുന്ന ഒരു പോയിന്റ് മുതൽ പടം വേറൊരു ട്രാക്കിലേക്ക് പോകും. ഇവൻ അവരിപ്പം ഞാൻ പറയട്ടെ, അവർ വീഴുന്നതിന് മുന്നേ ഗുണ കേവ്സിലോട്ട് അവർ പോകുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ഗുണ കേവ്സിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ സെയിം ടൈം ഗുണ കേവ്സ് ഒരു ഡേഞ്ചറസ് പ്ലേസ് ആണ്. അതിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഭയമുണ്ട്, അതേസമയം ഈ ഭയം അവരിലില്ല, ആ ക്യാരക്ടേഴ്സിലില്ല. ആ ക്യാരക്ടേഴ്സ് ഭയങ്കര ജോളിയായിട്ട് അവർ ഭയങ്കര ചില്ലായിട്ടാണ് പോകുന്നത്. അത് ആ ചില്ലും അതേസമയം കീപ്പ് ചെയ്യുന്നുണ്ട്, അതേസമയം ഗുണ കേവ്സിന്റെ ആ ഒരു ഹോണ്ടിങ് ആയിട്ട് സംഭവം കൊണ്ടുവരുന്നുണ്ട്. അത് ഭയങ്കര ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത്. 2 കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഫസ്റ്റ് ഹാഫിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ മറ്റേ ഒരു സംഭവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ എടുത്തു വരേണ്ട വേറെ സാധനം കാസ്റ്റിംഗ് ആണ്. 11 പേരെ കാസ്റ്റിംഗും പാളിപ്പോതെ ചെയ്തിട്ടുണ്ട്. അതിപ്പം എല്ലാവർക്കും ഒരു യുണീക്ക് പരിപാടിയുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്തു പറയാനാണെങ്കിൽ കൂടി നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു സാധനം ഉണ്ട്, യുണീക്കായിട്ട് അവർക്ക് വേണ്ടി ഒരു എലമെന്റ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ട്രേറ്റും കാര്യങ്ങളൊക്കെ. പടം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ജീൻ ബോളിനെ നമുക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലായില്ലായിരുന്നു. പുള്ളി താടിയൊക്കെ കളഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു ഒറ്റബുദ്ധി ക്യാരക്ടറാണ്. ഈ ഇത്രയും ക്യാരക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രേറ്റ് ഉള്ള ഒരാളാണ് ചന്തുവിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് പുള്ളി ഭയങ്കര ഭംഗി. പുള്ളിയുടെ ഫസ്റ്റ് മൂവി അല്ലേ? അല്ല, പുള്ളി 2 മൂവിയിൽ ഇതുപോലെ സലീമന്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്. അതല്ലാതെ പുള്ളി അല്ലാതെ ഒരു ക്യാരക്ടർ ചെയ്തത് ഈ ഒരു പടത്തിൽ അത് വളരെ ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ളവർ നൈസാണ്. ബാക്കി പറയുന്ന പോലെ ബാലു ആണെങ്കിൽ ബാലു നല്ല പെർഫോമൻസ് ആയിരുന്നു. ബാസിയും നമ്മുടെ സൗബിനും, ബാസിയുടെ ആണെങ്കിലും ആ ട്രാപ്പായി പോകുമ്പോഴൊക്കെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ, അതെന്ന് വെച്ചാൽ അത് മാത്രമല്ല പുള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളൊരു അപകടത്തിൽ പെട്ട് കഴിയുമ്പോൾ ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി ഈ വൾണറബിൾ ആയിട്ടുള്ള സീനൊക്കെ ചെയ്ത് ഫലിപ്പിക്കാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു ആക്ടറാണ് ശ്രീനാഥ് ബാസി എന്ന് പറയുന്നത്. നമ്മുടെ ട്രാൻസിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊക്കെ അനിയൻ്റെ, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് പുള്ളിയുടെ ഒരു സെപ്പറേറ്റ് ഇതിൽ വരുന്ന സാധനം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ ദീപകിന്റെ ക്യാരക്ടർ, ദീപക് പരമ്പര. പുള്ളി കുറച്ച് OCD ഉള്ള ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കൂടി ആ സിനിമയുടെ കണ്ടിന്യൂറ്റിയിലേക്ക് വരുമ്പോൾ പുള്ളി അത് മാറുന്നുണ്ട്. നല്ല രസമായിട്ട് കാണിക്കുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഖാലിദ് റഹ്മാനെ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇടി കിട്ടും. പുള്ളി പറഞ്ഞ പടത്തിന് ത്രൂ ഔട്ട് ഉള്ള ഒരാളാണ്. അവരുടെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലുള്ള ആളല്ലെങ്കിൽ കൂടി അതിലേക്ക് വന്നു വിടുന്ന ഒരാളാണ്. അതിന്റെ ആ ഒരു ഇമോഷൻ പുള്ളി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ തുടക്കം പുള്ളിക്ക് ഇവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ പടത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇവരിൽ ഒരാളായി മാറുന്നുണ്ട് ആ ക്യാരക്ടർ. പുള്ളി ഒരു നിഷ്കളങ്കനായിട്ടുള്ള സാധനം പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷൻ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷെ പടത്തിന്റെ തുടക്കത്തിൽ ആളെ കാണിച്ചപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല, പക്ഷെ ആ ഒരു പോകുന്ന പോക്കില് പുള്ളി അടിപൊളിയാവുന്നു. മലയാള സിനിമയിൽ ഒത്തിരി സർവൈവൽ ത്രില്ലർ മൂവീസ് വന്നിട്ടുണ്ട്. ഇപ്പം അതിലൂടെ ഒരു അഡീഷൻ ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു മൂവി തന്നെ. പിന്നെ ഈ പറഞ്ഞ തൊട്ട് മലയാള സിനിമ ഈ പറഞ്ഞ തൊട്ട് ക്വാളിറ്റിയിലും പ്രൊഡക്ഷനിലും എക്സിക്യൂഷനിലൊക്കെ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറഞ്ഞ 2018 ശേഷം അതുപോലെ ആ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ ഒരു മൂവി നമുക്ക് പിന്നെയും കിട്ടിയിരിക്കുകയാണ്. ബെസ്റ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഫെബ്രുവരിയിൽ കണ്ട സിനിമകളിൽ എനിക്ക് ഒന്നുകൂടെ തിയേറ്ററിൽ പോയി കാണണമെന്ന് തോന്നിയ ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ സീനിന് വേണ്ടിയാണത് എങ്കിൽ കൂടി എനിക്ക് ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയ ഒരു സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു കൊള്ളാവുന്ന നല്ലൊരു സർവൈവൽ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമേൻ്റെ ഒരു പ്രൈം ടൈമിൽ നിൽക്കുകയാണ്. ഈ ഒരു വർഷം 2024 ഇറങ്ങിയ സിനിമകളാണെങ്കിൽ കൂടി എല്ലാം നമ്മളിപ്പോൾ കണ്ട സിനിമകളെല്ലാം
ഗംഭീര സിനിമകളായിരുന്നു. വിഷ്വലി ആണെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും. ഇപ്പൊ ഈ ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ 4 സിനിമകളാണെങ്കിൽ കൂടി എല്ലാം ഡിഫറെന്റ് ജേണൽസിൽ വരുന്ന ഡിഫറെന്റ് കൺസെപ്റ്റ് കൈകാര്യം ചെയ്യുന്ന പരീക്ഷണങ്ങളുണ്ട്, ത്രില്ലേഴ്സ് ഉണ്ട്, ഫീൽ ഗുഡ് ഉണ്ട്, എല്ലാം ഒരേ സമയത്ത് കോയിസ് ചെയ്ത് തിയേറ്ററിൽ പോകുന്നുണ്ട്. അപ്പം ഫീൽ ചെയ്യുന്ന മലയാള സിനിമ അതിന്റെ ഒരു പ്രൈം ടൈമിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. ഇനിയിപ്പോ വരാനിരിക്കുന്ന സിനിമകളാണെങ്കിൽ കൂടി നമുക്ക് പ്രതീക്ഷകളുള്ള സിനിമകളാണ്. ആകെ മതി.